ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റാപ്പിഡോ ആപ്ലിക്കേഷനിൽ എങ്ങനെ ഒരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് പാസഞ്ചറെ പിക്കപ്പ് ചെയ്ത് എങ്ങനെ ആ ട്രിപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഞാനിപ്പം മോർണിംഗിൽ റാപ്പിഡോ ആപ്ലിക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഡൽഹി ചാണക്യപുരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ റാപ്പിഡോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ ലോഗിൻ ആയിരിക്കുകയാണ്. ഓൺ ഡ്യൂട്ടിയിലാണ് നമ്മൾ. ഇപ്പോൾ ഈ റാപ്പിഡോയിലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വർക്ക് സോൺ തിരഞ്ഞെടുക്കാം. ഇതിപ്പം സെൻട്രൽ ഡൽഹി വർക്ക് സോണാണ്, ഇത് നോർത്ത് ഡൽഹി വർക്ക് സോണ്, ഇത് വെസ്റ്റ് ഡൽഹി വർക്ക് സോണ്, ഇത് സൗത്ത് ഡൽഹി വർക്ക് സോണ്. നമ്മൾ വർക്ക് സോൺ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സോണിലുള്ള ട്രിപ്പ് മാത്രമേ കിട്ടത്തുള്ളൂ. അതിന് പുറത്തേക്ക് നമ്മളെ വിടത്തില്ല. ആ ഒരു സോണിലുള്ള ട്രിപ്പ് മാത്രമേ നമുക്ക് തരത്തുള്ളൂ. ഞാനങ്ങനെ സോൺ തിരഞ്ഞെടുക്കാറില്ല, കാരണം ഞാൻ ഇടയ്ക്ക് സൗത്ത് ഡൽഹിയുടെ വെളിയിലൊക്കെ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വർക്ക് സോൺ ഓപ്പൺ ആക്കാറില്ല. പിന്നെ ഇലക്ട്രിക് ബൈക്കുകാർക്കൊക്കെ ആണെങ്കിൽ വർക്ക് സോണിൽ കിടന്ന് ഓടുന്നത് നല്ലതായിരിക്കും. അതിന് പുറത്തേക്കുള്ള ട്രിപ്പ്, ലോങ് ട്രിപ്പ് ഒന്നും കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനൊരു പ്രയോജനമുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ കാണാം. എൻ്റെ പെർഫോമൻസ് ആവറേജ് ആണ്. ഞാൻ ഇതുവരെ 3.7 ഇയർ കൊണ്ട് 420 ട്രിപ്പേ ആകെ എടുത്തിട്ടുള്ളൂ. 4.7 ആണ് റേറ്റിംഗ്. അതായത് ലാസ്റ്റ് 10 പാസഞ്ചർ നമുക്ക് തരുന്ന റേറ്റിംഗ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. എനിക്ക് ഒരാൾ 3 സ്റ്റാർ തന്നിട്ടുണ്ട്, ഒരാൾ 4 സ്റ്റാർ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 4.7 ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സൊക്കെ RC, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ഇത് മൂന്നുമാണ് വേണ്ടത്. പിന്നെ ഇവിടെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇൻസെൻറ്റീവ് ഇന്നത്തെ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ രാവിലെ 11 മണി വരെ. 11 മണിക്കുള്ളിൽ നമ്മൾ 14 ട്രിപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 255 രൂപ ഇൻസെൻറ്റീവ് ഉണ്ട്. അതായത് 2 ട്രിപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 20 രൂപ കയറും. പിന്നെ 2 ട്രിപ്പ് കൂടെ ചെയ്യുവാണെങ്കിൽ 25 രൂപ കയറും. പിന്നെ ഒരു 2 ട്രിപ്പ് കൂടെ ചെയ്യുവാണെങ്കിൽ 30 രൂപ കയറും. അങ്ങനെ 14 ട്രിപ്പ് വരുമ്പോഴത്തേന് 255 രൂപ കയറും. അതായത് ഈ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ 14 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ 5:30 ഈവനിങ് 5:30 മുതൽ 8 മണി വരെ 150 രൂപ ഇൻസെൻറ്റീവ് ഉണ്ട്. അതായത് 11 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 150 രൂപ ഇൻസെൻറ്റീവ് ഏൺ ചെയ്യാൻ പറ്റും. റാപ്പിഡോയുടെ ട്രിപ്പ് വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇതിലാണ് കാണിക്കുന്നത്. മൾട്ടിപ്പിൾ ട്രിപ്പ് വരുവാണെങ്കിൽ 1 by 1 ആയിട്ട് ഇങ്ങനെ കാണിക്കും. പിന്നെ കസ്റ്റമർ ടിപ്പ് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ടിപ്പും കാണിക്കും. ഇതിൽ ടിപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. ടിപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുവാണ്. ഗവൺമെൻറ് നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട്. പാസഞ്ചറിൽ നിന്ന് ഓല, ഊബർ, റാപ്പിഡോയൊക്കെ എക്സ്ട്രാ പൈസ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലം ആയിട്ടുണ്ട്. ഇപ്പം ടിപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ഉടനെ തന്നെ. ടിപ്പ് റൈഡർമാർക്ക് നല്ലതായിരുന്നു. 10-20 രൂപ അവർക്ക് എക്സ്ട്രാ കിട്ടുന്നതായിരുന്നു. അത് പോയി കിട്ടും. അല്ലാതെ ഇവർ 6 രൂപ 7 രൂപയാണ് പെർ കിലോമീറ്ററിന് വിത്ത് ഇൻസെൻറ്റീവ് ഉള്ള റൈഡിന് തരുന്നത്. അതായത് റാപ്പിഡോ 18% വരെ അവരുടെ കമ്മീഷൻ പിടിക്കും. മാക്സിമം 18% വരെ. അതായത് 100 രൂപ ട്രിപ്പ് എടുത്താൽ 100 രൂപ പാസഞ്ചറിൽ നിന്ന് മേടിച്ചാൽ അതിൽ നിന്ന് 18 രൂപ വരെ കട്ട് ചെയ്യും. പിന്നെ വീക്കിലി ഇൻസെൻറ്റീവ് 26 മെയ് മുതൽ 30 മെയ് വരെ ടോട്ടൽ 55 റൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 495 രൂപ ഇൻസെൻറ്റീവ് ഉണ്ട്. പിന്നെ 31 മെയ് മുതൽ 1 ജൂൺ വരെ 15 റൈഡിന് 75 രൂപ ഇൻസെൻറ്റീവ്. ഇപ്പം 495-ഉം 75-ഉം 570 രൂപ ടോട്ടൽ വീക്കിലി ഇൻസെൻറ്റീവ് ഉണ്ട്. പിന്നെ ഈ ഡെയിലി ഇൻസെൻറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം കേട്ടോ. എല്ലാ ദിവസവും ഈ ഒരു ഇൻസെൻറ്റീവ് തന്നെ കിട്ടണമെന്നില്ല. അത് ചിലപ്പം അത് കുറഞ്ഞു വരാം. പിന്നുള്ളത് സബ്സ്ക്രിപ്ഷൻ പ്ലാനാണ്. അതായത് ഞാനിവിടുന്ന് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടാണ്. ഇത് കണ്ടില്ലേ,
2 ഡേയ്ക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുവാണെങ്കിൽ 55 രൂപ റാപ്പിഡോയ്ക്ക് പേ ചെയ്യുവാണെങ്കിൽ അവരുടെ കമ്മീഷൻ കട്ട് ചെയ്തിട്ടുള്ള ട്രിപ്പ് നമുക്ക് തരും. അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 18% അവരെ കട്ട് ചെയ്യുമെന്ന്, ആ ഒരു കമ്മീഷൻ അവർ കട്ട് ചെയ്യാതെ ആ എമൗണ്ട് കൂടെ നമുക്ക് തരും. ആ എമൗണ്ട് കൂടെ നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ അത് ഉടായിപ്പാണ്. കാരണം സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടും എനിക്ക് 7 രൂപ 8 രൂപയൊക്കെ മാക്സിമം തരുന്നുള്ളൂ ഇവർ എല്ലാ ട്രിപ്പിനും. ഇപ്പം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കൂട്ടുകയും ചെയ്തു. വേണ്ട 2 ദിവസത്തിന് 55 ആയിരുന്നു. നേരത്തെ 30 രൂപ കണ്ടുള്ളായിരുന്നു, 39 രൂപ ഉള്ളായിരുന്നു. ഇപ്പോൾ 55 രൂപയാക്കി. 6 ദിവസത്തിന് 149. ഭയങ്കരമായിട്ട് എമൗണ്ട് കൂടി, ഡബിൾ എമൗണ്ട് ആക്കിയിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. ഞാൻ ഓടുമ്പം ഞാൻ എപ്പോഴും ഇതിനകത്ത് ഓടത്തില്ല, അതുകൊണ്ട് ഓടുമ്പം സബ്സ്ക്രിപ്ഷൻ ഇട്ട് ഓടും. ഇൻസെൻറ്റീവിൻ്റെ ടൈമിൽ ഞാൻ ഓടാറില്ല, അതുകൊണ്ട് ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഓടുന്നത്. പിന്നെ ഇതിനകത്ത് സർവീസ് മാനേജർ റാപ്പിഡോയിലെ ട്രിപ്പ് വരുമ്പോൾ നമുക്കിങ്ങനെ കാണിക്കുന്നത്, നമുക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ട് പിക്കപ്പ് എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. പിന്നെ പിക്കപ്പ് ലൊക്കേഷനും ഡ്രോപ്പിംഗ് ലൊക്കേഷനും ഇത് രണ്ടുമേ കാണിക്കത്തുള്ളൂ. അതേസമയം ഊബറിലൊക്കെ ആണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കും. എത്ര കിലോമീറ്റർ എടുക്കും, എത്ര മിനിറ്റ് എടുക്കും ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ, എത്ര രൂപ നമുക്ക് കിട്ടും, അതെല്ലാം അതിനകത്ത് കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ ഊബറിൽ കൂടുതലായിട്ട് എടുക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ നോക്കിയെടുത്തില്ലെങ്കിൽ വലിയ ലോങ് ട്രിപ്പൊക്കെ ആയിപ്പോവും. ഊബറിലാണെങ്കിൽ നമുക്ക് അതിനകത്ത് ടൈമും കാണിക്കും, എമൗണ്ടും കാണിക്കുമ്പോൾ നമുക്കറിയാം. ഒരു എമൗണ്ട് കൂടെ എഴുതി കാണിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇത്ര ദൂരത്തേക്കുള്ള ട്രിപ്പായിരിക്കും, ഇത്ര കിലോമീറ്റർ കാണത്തുള്ളൂ എന്ന് നമുക്ക് എമൗണ്ട് കാണിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതിലങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ലോങ് ട്രിപ്പ് നമ്മൾ പിക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഈ ഇത് ലോങ് ട്രിപ്പ് ആണല്ലോ എന്ന്. പിന്നെ പണിയാവും. പിന്നെ ഇതിനകത്ത് സർവീസ് ഉള്ളത് ബൈക്ക് മെട്രോ ഉണ്ട്, ബൈക്ക് ബൂസ്റ്റ് ഉണ്ട്, ബൈക്ക് ഉണ്ട്, പിന്നെ ബൈക്ക് പാഴ്സലുണ്ട്. പാഴ്സൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും കൊടുക്കാനോ എന്തെങ്കിലും ഫുഡ് ഐറ്റം ഒക്കെ കൊടുത്ത് വിടാനോ ഒക്കെ ഉണ്ടെങ്കിൽ ബൈക്ക് പാഴ്സൽ ബുക്ക് ചെയ്തിട്ടാണ് ആൾക്കാർ വിടുന്നത്. പാഴ്സൽ എടുത്താൽ നമുക്കതിന് പെർ കിലോമീറ്റർ 10 രൂപ വെച്ച് ചാർജ് കിട്ടുന്നുണ്ട്. പാഴ്സൽ ഡെലിവറി നമുക്ക് ലാഭമാണ്. പക്ഷേങ്കിൽ ചിലപ്പോൾ ഡോർ ഡെലിവറി ഒക്കെ ആണെങ്കിൽ ചിലപ്പം 4ാം നിലയിൽ 5ാം നിലയിലൊക്കെ കയറി പോകേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പിക്കപ്പ് ചെയ്യാനും ഡെലിവറി ചെയ്യാനും. ഇങ്ങനെ 4 ഐറ്റമാണ് നമുക്ക് ഇതിനകത്ത് ആക്റ്റീവായിട്ടുള്ളത്. ബൈക്ക് മെട്രോ, ബൈക്ക് ബൂസ്റ്റ് അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയ റേറ്റ് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഫുഡ് ഡെലിവറി ഉണ്ട്, ഗ്രോസറി ഡെലിവറി ഒക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് റാപ്പിഡോ ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് മെത്തേഡ്, ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിലൊരു ട്രിപ്പ് വരുന്നത് നോക്കാം. ഒരു ട്രിപ്പ് എടുത്ത് ഞാൻ കാണിക്കാം. ഈ ഓല, ഊബർ, റാപ്പിഡോ, സ്വിഗ്ഗി, സൊമാറ്റോ ഇതൊന്നും സ്ഥിരമായിട്ടൊരു ഇൻസെൻറ്റീവ് കൊടുക്കത്തില്ല. ഇപ്പം ഇന്നിപ്പം 255 രൂപ രാവിലെ 3 മണിക്കൂർ കൊണ്ട് ഇൻസെൻറ്റീവ് കൊടുത്തെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കൊടുക്കത്തില്ല. അതാണ് ഇങ്ങനെയുള്ള കമ്പനികളുടെ കുഴപ്പം. അവർക്ക് തോന്നുമ്പോൾ അവർ ഇൻസെൻറ്റീവ് ആഡ് ചെയ്യും. അതായത് കൂടുതൽ ട്രിപ്പ് വരുന്ന ഒരു ദിവസങ്ങൾ അവർക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവർ ഇൻസെൻറ്റീവ് കൂടുതൽ ആഡ് ചെയ്യും. ആളുകൾ കൂടുതൽ ലോഗിൻ ചെയ്യാനും കൂടുതൽ ട്രിപ്പ് എടുക്കാനും വേണ്ടി അവർ ഇൻസെൻറ്റീവ് കൂടുതൽ ആഡ് ചെയ്യും. പക്ഷേ അവർ നമ്മളെ കോൾ ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന പറഞ്ഞ് കോൾ ചെയ്യുകയോ നിങ്ങളൊന്ന് വർക്ക് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുകയോ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഓട്ടോ, ക്യാബ്, ടാക്സിക്കാരെല്ലാം കൂടെ ഇവിടെ ഒരിടയ്ക്ക് സമരമായിരുന്നു. 2 ദിവസം പണിമുടക്കായിരുന്നു, റേറ്റ് കൂട്ടണമെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതിന്. 2 ദിവസം സമരം ചെയ്ത് 3ാമത്തെ ദിവസം അവർ ഡ്യൂട്ടിക്ക് ഇറങ്ങി. റാപ്പിഡോയിൽ എനിക്ക് ക്യാൻസലേഷൻ റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഇനി ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ക്യാൻസൽ ചെയ്ത് എൻ്റെ ID ബ്ലോക്ക് ആക്കിക്കളെ അവർ. കാരണം ഞാൻ ഒരുപാട് ക്യാൻസലേഷൻ ഉണ്ട് ഇതിനകത്ത്. കാരണം ഇതിലൊരു ട്രിപ്പ് എടുത്ത് കഴിയുമ്പോഴായിരിക്കും ഊബറിൽ നല്ലൊരു ട്രിപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ ഇത് ക്യാൻസൽ ചെയ്തിട്ട് അതങ്ങോട്ട് പോകും, അതെടുക്കാൻ പോകും. കാരണം ഇവരുടെ കമ്മീഷൻ കട്ടിങ് കൂടുതലല്ലേ, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അധികം ട്രിപ്പ് എടുക്കാറില്ല. അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഏരിയയിലേക്ക് RK പുരം മെട്രോ സ്റ്റേഷൻ, ഗേറ്റ് നമ്പർ 2 ന്ന്. ഇപ്പോൾ ട്രിപ്പ് വന്നു, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക്
ഗോ ടു പിക്കപ്പ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ ലൊക്കേഷൻ ഓപ്പൺ ആവും. ഇപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്താണ് നമ്മുടെ പാസഞ്ചർ നിൽക്കുന്നത്. എനിക്ക് ജസ്റ്റ് മുമ്പോട്ട് പോയാൽ മതി. ഇവിടെ തൊട്ടടുത്താണ് മെട്രോ സ്റ്റേഷൻ. നമ്മൾ ലൊക്കേഷനിലെത്തി. ഇപ്പോൾ ക്ലോസ് മാപ്പ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ നമ്മൾ ക്ലോസ് മാപ്പ് ചെയ്തിട്ട് അറൈവ്ഡ് കൊടുക്കുക. കൺഫേം ലൊക്കേഷൻ, യെസ് കൺഫേം. ഇനി നമുക്കൊരു 3 മിനിറ്റ് വെയിറ്റിംഗ് ടൈം കാണിക്കും. 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചാർജ് കയറാൻ തുടങ്ങും. നമ്മുടെ വെയിറ്റിംഗ് ചാർജ് കയറാൻ തുടങ്ങും 3 മിനിറ്റിന് ശേഷം. 3 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പാസഞ്ചർ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് റൈഡ് കൊടുക്കുക, OTP അടിക്കുക. നരേഷ്. പിന്നെ ഇവിടെ നമ്മൾ എത്തിയതിന് ശേഷം ഇവിടെ കോളിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് കസ്റ്റമറെ ക്ലിക്ക് ചെയ്ത് അപ്പം ഓൾറെഡി പാസഞ്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്ലീസ് വെയിറ്റ് കമ്മിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഐ ഹാവ് അറൈവ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് കൊടുക്കാം. ഐ ഹാവ് അറൈവ്ഡ് മെസ്സേജ് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. പ്ലീസ് കം ടു പിക്കപ്പ് പോയിൻ്റ്. ഓൾറെഡി ടൈപ്പ്ഡ് മെസ്സേജ് ഇവിടെ കാണാം. അത് നമ്മൾ ജസ്റ്റ് സെൻഡ് കൊടുത്താൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് പാസഞ്ചർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ താഴെ അഡ്രസ്സ് എഴുതി കാണിക്കുന്നുണ്ട്. ആർക്കേപുരം മെട്രോ സ്റ്റേഷൻ, ഗേറ്റ് നമ്പർ 2, സെക്ടർ 3, രാമകൃഷ്ണപുരം ആണ് പ്രോപ്പർ അഡ്രസ്സ്. ചില സമയത്ത് റാപ്പിഡോയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ GPS കറക്റ്റ് സമയത്ത് അപ്ഡേറ്റ് ആകത്തില്ല. അതായത് നമ്മൾ ലൊക്കേഷനിലെത്തിയാലും GPS അങ്ങ് പുറകെ നിൽക്കത്തുള്ളൂ. നമ്മൾ നേരത്തെ അക്സെപ്റ്റ് ചെയ്തിടത്തായിരിക്കും നമ്മുടെ ലൊക്കേഷൻ നിൽക്കുന്നത് ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ പാസഞ്ചർ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്, നമ്മളെത്തിയില്ല എന്നോർത്ത്. നീരേഷ് എത്തി. 2245 ഇപ്പം OTP അടിച്ചു. ഇനി ഗോ ടു മാപ്പ്. 4 മിനിറ്റ് 1.6 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തിയതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ട്രിപ്പ് കൊടുക്കുന്നു. നമുക്ക് ഈ ഒരു ട്രിപ്പിൻ്റെ എമൗണ്ട് ഇവിടെ കാണിക്കും. ഈ ഒരു ട്രിപ്പിന് നമുക്ക് 25 രൂപയാണ് കിട്ടിയത് 1.9 കിലോമീറ്ററിന്. അപ്പം ആ എമൗണ്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് 3 രീതിയിൽ പേയ്മെൻറ്റ് കളക്ട് ചെയ്യാം. ഒന്ന് ക്യാഷായിട്ട് കളക്ട് ചെയ്യാം. രണ്ടാമത് നമ്മുടെ പേഴ്സണൽ QR അതിൽ കളക്ട് ചെയ്യാം. മൂന്നാമത് റാപ്പിഡോ QR. ഞാനിപ്പോൾ റാപ്പിഡോ QR ആണ് കാണിച്ചത്. റാപ്പിഡോ QR ഓൾറെഡി ഇതിനകത്ത് നമ്മൾ കാണിക്കും. ഇപ്പോൾ റാപ്പിഡോ QRൽ ഞാൻ പേയ്മെൻറ്റ് എടുത്ത ശേഷം നമുക്കിവിടെ കസ്റ്റമർ റേറ്റിംഗ് കാണിക്കും. അത് കൊടുത്തതിന് ശേഷം ഡൺ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. റെഡി ഫോർ നെക്സ്റ്റ് ട്രിപ്പ്. അപ്പോൾ ഞാനിപ്പോൾ റാപ്പിഡോയുടെ QR ആണ് കാണിക്കുന്നത്. റാപ്പിഡോ QRലേക്ക് കാണിച്ച് കഴിയുമ്പം ആ എമൗണ്ട് നമ്മുടെ റാപ്പിഡോ വാലറ്റിലേക്ക് പോകും. ഇപ്പോൾ നമ്മുടെ വാലറ്റ് ഇവിടെ നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് ഏണിങ്സിൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ വാലറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിപ്പിന് നമുക്ക് 20 രൂപയാണ്. റാപ്പിഡോയുടെ 5 രൂപ കമ്മീഷൻ കട്ട് ചെയ്തതിന് ശേഷം 20 രൂപ 51 പൈസയാണ് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത്. ഇനി ഈ എമൗണ്ട് നമുക്ക് വീക്കിൽ 3 വട്ടം നമുക്ക് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് നമുക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ മണി ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ മണി ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്താൽ ഈ എമൗണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ അങ്ങനെ വീക്കിലി 3 വട്ടം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. അതല്ലെങ്കിൽ ബാലൻസ് ഉള്ള എമൗണ്ട് നെക്സ്റ്റ് മൺഡേയിൽ റാപ്പിഡോ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. പിന്നെ നമുക്ക് ഇൻസെൻറ്റീവ് ആഡാകുന്ന എമൗണ്ടെല്ലാം നമ്മുടെ വാലറ്റിലേക്കായിരിക്കും വരുന്നത്. ആ എമൗണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് 3 ആഴ്ചയിൽ 3 വട്ടം നമുക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ റാപ്പിഡോ ബൈക്ക് ടാക്സി ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.